നമസ്കാരം. സിനിമാ നോട്ടത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെലുങ്ക് സൂപ്പർ സ്റ്റാർ രവി തേജയുടെ ഏതെങ്കിലുമൊക്കെ സിനിമകൾ കണ്ടിട്ടുണ്ടോ? തിയേറ്ററിലോ അല്ലാതെയോ? ഇല്ല, ഞാൻ ഇതുവരെ രവി തേജയുടെ സിനിമകളൊന്നും കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല. ഇദ്ദേഹത്തെ പറ്റി ഇങ്ങനെ കാണാറുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. പുള്ളിയുടെ സിനിമകൾ അധികവും വിമർശനമാണ് നമ്മൾ കാണാറ്. മാസ് സിനിമകളാണ്, ആക്ഷൻ, ഒന്നിലേറെ നായികമാരൊക്കെ ആയിട്ടുള്ള സ്ഥിരം തെലുങ്ക് ഫോർമുല സിനിമകളാണ് പുള്ളി ചെയ്യാറുള്ളത്. അപ്പോഴാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇരുമുടി എന്ന ചിത്രത്തിന്റെ കുറച്ച് വ്യത്യസ്തമായ റിവ്യൂസ് കണ്ടത്. വളരെ പോസിറ്റീവായ ചില റിപ്പോർട്ടുകൾ കണ്ടിരുന്നു. അങ്ങനെ ഒരു പരീക്ഷണാർത്ഥം ആദ്യമായി രവി തേജ നായകനെ അഭിനയിച്ച ഇരുമുടി എന്ന ചിത്രം നമ്മൾ കണ്ടു. ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് ഈ എപ്പിസോഡിൽ നിങ്ങളോട് ഞങ്ങൾ സംസാരിക്കും. സിനിമയുടെ ഒരു പ്രമൈസ് നോക്കുകയാണെങ്കിൽ രവി തേജ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു കൃഷിക്കാരൻ, അദ്ദേഹത്തിന്റെ ഒരു സാധാരണ കുടുംബം, ഭാര്യ, ഒരു മകൾ, മകളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന അച്ഛൻ, മകൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു അച്ഛൻ, ഒരു സന്തുഷ്ട കുടുംബം, ആ കുടുംബം അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമയുടെ കഥ പോകുന്നത്. ചിത്രത്തിന്റെ പേര് തന്നെ ഇരുമുടി എന്നാണ്. ഒരുപക്ഷെ ഇതൊരു ഭക്തി സിനിമയാണ് എന്ന് പോസ്റ്റർ കണ്ട തെറ്റിദ്ധരിച്ചേക്കാം. അങ്ങനെയല്ല. ഇതിൽ ഭക്തിയുണ്ട്, കുടുംബസ്നേഹം, മകളോടുള്ള സ്നേഹം, ഇങ്ങനെ കുറെ അധികം കാര്യങ്ങൾ വന്നു പോകുന്നുണ്ടെങ്കിലും സംവിധായകൻ ശ്രമിച്ചിട്ടുള്ളത് ഇതൊരു ആക്ഷൻ സിനിമയായി ചെയ്യാനായിട്ടാണ്. ആക്ഷൻ കൊമേഴ്ഷ്യൽ എന്റർടൈനർ ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനോടൊപ്പം തന്നെ സെന്റിമെന്റ്സ്, അതുപോലെ ചില ഇമോഷണൽ ആയ അവസ്ഥകൾ, ഇതൊക്കെ വളരെ മനോഹരമായിട്ട് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. സാധാരണ തെലുങ്ക് മാസ് മസാല സിനിമകൾ നമ്മൾ കാണുന്ന ആ ഒരു കാഴ്ചയിൽ നിന്ന് ഇവിടെ കുറച്ച് വ്യത്യസ്തമാണ്. എന്ന് വെച്ചൊരു പൂർണ്ണമായ ഒരു പെർഫെക്റ്റ് സിനിമ എന്നൊന്നുമല്ല. രവി തേജ സിനിമകളെ പറ്റി മുൻപ് കേട്ടിട്ടുള്ളവരും സാധാരണ തെലുങ്ക് മസാല സിനിമകൾ നമ്മൾ കാണുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് ഡിഫറെന്റ് ആയ, കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരു കൊമേഴ്ഷ്യൽ ഫ്ലിക്കാണ്. ഹരി പറഞ്ഞ പോലെ തന്നെയാണ്. സാധാരണ തെലുങ്ക് സിനിമകൾ നമുക്കറിയാം, അതൊരു ഓവർ എക്സാജറേറ്റഡ് ആയിട്ടുള്ള അവതരണ രീതിയാണ്. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ സിനിമ കുറച്ചൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥ പറച്ചിലാണ്. ആ കഥ പറയുന്ന കൂട്ടത്തിൽ തന്നെ അഭിനേതാക്കളുടെ പെർഫോമൻസ് എടുത്തു പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഇതിൽ രവി തേജയുടെ മകളായിട്ട് അഭിനയിച്ച കുട്ടി ബേബി നക്ഷത്ര, വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രകടനമാണ് ബേബി നക്ഷത്ര കാഴ്ചവെച്ചിരിക്കുന്നത്. ചിലപ്പോ ക്രിഞ്ചായി പോവാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു കഥാപാത്രവും ഒരു അച്ഛൻ മകൾ ബന്ധമൊക്കെ ആയിരുന്നു. നമ്മൾ തമിഴിൽ ഇങ്ങനെ ഒരുപാട് ഈ പാസം സിനിമകൾ കാണാറുണ്ട്. പക്ഷെ അത് വെച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ അത്തരത്തിൽ ആ ഒരു ക്രിഞ്ച് ലെവലിലേക്ക് വഴുതി പോവാതെ അതിന്റെ ഒരു ബാലൻസ് തന്നെ അത് മുന്നോട്ട് പോയിട്ടുണ്ട്. കുട്ടിയുടെ പ്രകടനം വളരെ നന്നായിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പോലും നമുക്കത് ഓവർ ആക്ടിങ് ആയിട്ട് തോന്നുന്നില്ല. അതേപോലെ സാധാരണ എക്സാജറേറ്റഡ് ആയിട്ട് അഭിനയിക്കാറുള്ള രവി തേജയും ഇവിടെ ആ ഒരു തന്റെ സ്ഥിരം ശൈലിയിൽ നിന്ന് മാറിയാണ് അഭിനയിച്ചിട്ടുള്ളത്. ഈ രണ്ടാളുടെ അച്ഛൻ മകൾ ബന്ധം തന്നെയാണ് സിനിമയെ ത്രൂ ഔട്ട് പ്രേക്ഷകർക്ക് വളരെ ഹൃദ്യമായ ഒരു അനുഭവമാക്കി മാറ്റുന്നത്. ചിത്രത്തിന്റെ മറ്റൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിത്രത്തിന്റെ പേര് ഇരുമുടി എന്നാണെങ്കിലും ഇതില് ദൈവത്തെയോ അല്ലെങ്കിൽ ഭക്തിയോ അങ്ങനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് അവതരിപ്പിച്ചിട്ടില്ല. അത് ഒരു മനുഷ്യന്റെ ഒരു ഭക്തനായിട്ടുള്ള ഒരു മനുഷ്യൻ, അതിൽ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളാണ്, ബോണ്ടിങ് ആണ്, ഹ്യൂമൻ ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ നന്മ തിന്മകൾ എങ്ങനെയാണോ അത് ആസ് ഇറ്റ് ഈസ് അങ്ങനെയാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ചിത്രം കാണുന്ന സമയത്ത് മറ്റു ചില സിനിമകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അതിലൊന്ന് ബാലയ്യയുടെ ഭഗവന്ത് കേസരി എന്ന ചിത്രമാണ്. ഭഗവന്ത് കേസരി ഇപ്പൊ ഈ അടുത്ത് ജനനായകൻ ആയിട്ട് മറ്റു രൂപത്തിൽ നമ്മൾ കണ്ടിരുന്നു. അപ്പൊ അവിടെ കാണുന്ന ആ ഒരു മകളോട് അല്ലെങ്കിൽ വളർത്ത് കുട്ടിയോടൊക്കെയുള്ള ഒരു സ്നേഹം, കെയർ, ഈ ലോകത്ത് സർവൈവ് ചെയ്ത് പോകാനായിട്ട് പഠിപ്പിക്കുന്ന ചില പാഠങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അതേപോലെ ഓർമ്മ വരുന്ന മറ്റൊരു ചിത്രം വിജയുടെ തന്നെ തിരുപ്പാച്ചിയാണ്. അതിന് ഈ പറഞ്ഞ പോലെ സഹോദരിയുടെ കുട്ടി ഈ ലോകത്ത് വരുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഒരുപാട് ഫേസ് ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് അങ്ങനെ ഉള്ള പ്രശ്നമുള്ള ഒരു സ്ഥലത്തെ പ്രശ്നക്കാരെയൊക്കെ കൈകാര്യം ചെയ്യുന്ന വിജയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ചധികം റെഫറൻസുകൾ ഇവിടെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. പിന്നെ ഇതൊരു ആക്ഷൻ സിനിമയാണെങ്കിലും ഒരിടത്ത് ഇത് ഓവർ ദ ടോപ്പ് ആക്ഷൻ അല്ല, വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആക്ഷനാണ്. കാണികൾക്ക് തങ്ങളുടെ കൺമുമ്പിൽ നടക്കുന്ന മനുഷ്യന്മാർ തമ്മിലുള്ള ഫൈറ്റ് എങ്ങനെയാണോ അതിനോട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇവിടെ ആക്ഷൻ കൊറിയോഗ്രാഫി വർക്ക് ചെയ്തിട്ടുള്ളത്. സാധാരണ തെലുങ്ക് സിനിമയിൽ കാണുന്ന ആ ഒരു ഓവർ ദ ടോപ്പ് ആക്ഷൻ ഇവിടെ ഇല്ല, കുറച്ചുകൂടി ഗ്രൗണ്ടഡ് ആണ്.
ഈ ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് തോന്നിയത് ഈ ചിത്രം വളരെ അൺപ്രഡിക്റ്റബിൾ ആണ്. നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല തൊട്ടടുത്ത സീനിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള ചെറിയ ചെറിയ സസ്പെൻസുകളും അതിന്റെ ചിത്രത്തിന്റെ ഒരു പോസിറ്റീവായിട്ട് തോന്നി. മറ്റൊരു കാര്യം തോന്നിയത് ഇത് പെൺകുട്ടികൾക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് സിനിമ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ചുകൂടി പ്രോഗ്രസീവായ ഒരു മെസ്സേജ് കൂടിയാണ്. നമ്മളിപ്പോ ജനനായകനിലും അത് കണ്ടിരുന്നു. അത്തരത്തിൽ ഈ ഒരു ലോകത്ത് പ്രത്യേകിച്ച് ഇത്രയധികം ഈ പുരുഷന്മാരുടെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള അതിക്രമങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു കാലത്ത് പെൺകുട്ടികൾ ചെറിയ പ്രായം മുതലേ അവരെ ഏത് തരത്തിൽ വേണം ഈ ലോകത്തെ സമീപിക്കാൻ, അതിനെക്കുറിച്ച് ചില പ്രോഗ്രസീവായ കാര്യങ്ങളൊക്കെ മെസ്സേജുകളൊക്കെ ഈ ചിത്രം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശിവ നിർവാണ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചിട്ടുള്ളത് GV പ്രകാശ് കുമാറാണ്. നല്ല പാട്ടുകളാണ് ചിത്രത്തിലുള്ളത്. ഭക്തിഗാനങ്ങളുണ്ട്, അല്ലാത്ത പാട്ടുകളുണ്ട്. പക്ഷേ നമുക്ക് ഈ ചിത്രത്തിന്റെ കഥയോട് ഒത്തുപോകുന്ന തരത്തിലുള്ള വളരെ രസമുള്ള പാട്ടുകൾ ആ ചിത്രത്തിലുണ്ട്. പിന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന മറ്റൊരു ചിത്രം ദ ഫ്യൂരിയസ്, ഇല്ലാന്ന് തോന്നുന്നു, ഫ്യൂരിയസ് എന്നുള്ള ഒരു ചിത്രമാണ്. അത് ഈ കഥയോടൊക്കെ ചേർന്ന് നിൽക്കുന്ന തരത്തിലൊരു അച്ഛനും മകളും തമ്മിലുള്ള ബന്ധം, അതൊരു മകളെ രക്ഷിക്കാനായിട്ട് ഇറങ്ങേണ്ടി വരുന്ന അച്ഛൻ, അങ്ങനത്തെ ഒരു തീമാണ് ഫ്യൂരിയസ്. അത് അടുത്ത കാലത്ത് ഇറങ്ങിയ ചിത്രമായിരുന്നു, ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ആക്ഷൻ പടമാണ്. ചിത്രത്തിൽ മലയാളത്തിൽ നിന്ന് സ്വാസിക ഒരു പ്രധാനപ്പെട്ട വേഷം അഭിനയിക്കുന്നുണ്ട്. സ്വാസിക വളരെ നന്നായിട്ട് തന്നെ കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും പറഞ്ഞത് കൊണ്ട് ഇതൊരു പെർഫെക്റ്റ് കൊമേഴ്ഷ്യൽ ആക്ഷൻ സിനിമയാണെന്ന് നമ്മൾ പറയുന്നില്ല. ഒരു തെലുങ്ക് സിനിമയ്ക്കുള്ള പല പ്രശ്നങ്ങളും അപാകതകളും ചിത്രത്തിലുണ്ട്. ഉദാഹരണത്തിന് ചിത്രത്തിൽ എവിടെയും നമ്മൾ പോലീസിനെ കാണുന്നില്ല. ഒരുപാട് കൊലപാതകങ്ങളും അല്ലെങ്കിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥലത്ത് പോലീസ് വരുന്നതേ ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ ഇല്ലോജിക്കലായ കാര്യങ്ങൾ ചിത്രത്തിലുണ്ടെങ്കിലും സ്ഥിരം ടെംപ്ലേറ്റ് തെലുങ്ക് കൊമേഴ്ഷ്യൽ സിനിമകൾ കാണുന്ന പ്രേക്ഷകർക്ക് ഇരുമുടി ഒരു റിഫ്രഷിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. സിനിമ നോട്ടത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു പുതിയ ചിത്രത്തിന്റെ വിശേഷമായിട്ട് നമുക്ക് കാണാം. നന്ദി.